കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാവ് കെ രാധാകൃഷ്ണൻ MP ഇപ്പോൾ ഇഡിക്ക് മുമ്പാകെ ഹാജരായിരിക്കുകയാണ്. വിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, ഇഡിക്ക് മുമ്പിൽ കെ രാധാകൃഷ്ണൻ ഹാജരായിരിക്കുന്നു. അതെ, കൃത്യസമയത്ത് തന്നെ കെ രാധാകൃഷ്ണൻ ഇഡി ഓഫീസിൽ ഹാജരായിരിക്കുകയാണ്. 11 മണിക്ക് എത്തണമെന്നായിരുന്നു ഇഡി നോട്ടീസ് നൽകിയിരുന്നത്. 11 മണിക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. ഓഫീസിലെ കയറുന്നതിന് മുമ്പ് മാധ്യമപ്രവർത്തകരുമായി അദ്ദേഹം സംസാരിച്ചു. താൻ മുൻകൂട്ടി തന്നെ അവർ ആവശ്യപ്പെടാതെ തന്നെ തെളിവുകൾ രേഖകൾ കൈമാറിക്കൊണ്ടതാണ് അറിയിച്ചിരിക്കുന്നത്. അവരെന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. എന്താ അവർ ചോദിക്കട്ടെ, അപ്പോൾ ഉത്തരം പറയും എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. കെ രാധാകൃഷ്ണൻ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന സമയത്തും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് ഇഡി പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇഡി കെ രാധാകൃഷ്ണൻ MPയെ വിളിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ തട്ടിപ്പിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇഡി ചോദിച്ചറിയും. എന്തായാലും അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ചുമതല വഹിച്ച കെ രാധാകൃഷ്ണനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അതുകൂടി കാണാം. അതിനാവുന്ന ഞാൻ പറഞ്ഞിരുന്നല്ലോ. എല്ലാ ചോദ്യം വരുന്നതെന്ന് അറിയില്ല. വന്നു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറയും. കരുവന്നൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാറിന്റെ കാലത്തും അഴിമതികൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലാണ്, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ. ചോദിക്കട്ടെ, അപ്പൊ പറയാം. ഇപ്പൊ നിങ്ങൾ ആദ്യം അഡ്വാൻസ് ആയിട്ട് പറയണം. നേരത്തെ മുൻകൂർ രേഖകളൊക്കെ ആവശ്യപ്പെട്ടിരുന്നതാണ്. ആവശ്യപ്പെടുന്നതിന് മുന്നേ ഹാജരാക്കി. കരുവന്നൂർ കേസിൽ ഇഡിക്ക് മുൻപാകെ ഹാജരാവുകയാണ് കെ രാധാകൃഷ്ണൻ.